അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കണം, അനുഗ്രഹങ്ങൾ ലഭിക്കണം എന്ന ആഗ്രഹമുള്ളവരാണ് ഞാനും നിങ്ങളും. എന്നാൽ പലപ്പോഴും ആ ബറക്കത്ത് ലഭിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ആ ബറക്കത്ത് തടയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ വരികയും ചെയ്യുന്ന സാഹചര്യങ്ങൾ കടന്നു പോകാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് ബറക്കത്തോടുകൂടി ആസ്വദിക്കുവാൻ കാരണമാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈയൊരു സമയത്ത് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത്. അതിലൊന്നാമത്തത് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. അല്ലാഹു പറയാണ്, ആ ഒരു ഗ്രാമീണർ അവർ വിശ്വസിക്കുകയും തഖ്വയോടുകൂടി ജീവിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവർക്ക് ആകാശഭൂമികളിൽ നിന്ന് അല്ലാഹു ബറക്കത്ത് തുറന്നുകൊടുക്കുമായിരുന്നു എന്നായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൂക്ഷ്മതയോടുകൂടി തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വാനലോകത്തു നിന്നും ഭൂമിയിൽ നിന്നും ബറക്കത്തുകൾ തുറന്നുകൊടുക്കുമെന്നത് വായിച്ചെടുക്കാൻ കഴിയും. രണ്ടാമത്തത്, വീട്ടിലുള്ള ആളുകളോട് സലാം പറയുക എന്നതാണ്. നമ്മൾ നാട്ടിലൊക്കെയും സലാം പറയാറുണ്ട്, പള്ളിയിൽ പോകുമ്പോൾ സലാം പറയാറുണ്ട്, പള്ളിയിലുള്ളവരോട് സലാം പറയാറുണ്ട്. എന്നാൽ നമ്മുടെ വീട്ടിനുള്ളിൽ പരസ്പരം സലാം പറയുന്നൊരവസ്ഥ ഉണ്ടാക്കി തീർക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ പരസ്പരം അന്യോന്യം സലാം പറയണമെന്ന് സൂറത്തു നൂറിലെ 61 ആയത്തിൽ കാണാൻ കഴിയും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് റളിയല്ലാഹു അൻഹുവിനോട് കൊടുക്കുന്ന ഉപദേശത്തിൽ കാണാം, എന്റെ പ്രിയമകനെ, നീ നിന്റെ വീട്ടുകാരുടെ അടുക്കൽ പ്രവേശിക്കുമ്പോൾ സലാം പറയുക, അത് നിനക്കും നിന്റെ വീട്ടുകാർക്കും ബറക്കത്തായിരിക്കുമെന്ന് പറയുന്ന പ്രവാചക വചനം വായിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീട്ടിലുള്ളവരോട് സലാം പറയുക എന്നത് ആ വീട്ടിൽ ബറക്കത്തെത്തുവാനും അതിന് കാരണമാകുന്ന കാര്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മൂന്നാമത്തത്, വീടുകളിൽ ഖുർആൻ പാരായണം നിർവഹിക്കുക എന്നതാണ്. കാരണം വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അൻആമിന്റെ 92 വചനത്തിൽ പറഞ്ഞത്, വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക്. ഈ വിശുദ്ധ ഗ്രന്ഥമെന്നത് അത് മുബാറക്കാൻ, അനുഗ്രഹീതമാണ്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹീതമായ ഗ്രന്ഥത്തെ വീടുകളിൽ പാരായണം നിർവഹിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ബറക്കത്ത് ലഭിക്കാൻ കാരണമാകുന്ന കാര്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നാലാമത്തത്, ഐച്ഛികമായ നിസ്കാരങ്ങൾ വീട്ടിൽ നിർവഹിക്കുക എന്നതാണ്. നമ്മൾ പുരുഷന്മാരെന്ന നിലയ്ക്ക് ശ്രദ്ധിക്കേണ്ടത് നിർബന്ധ നിസ്കാരങ്ങൾ പള്ളിയിൽ നിർവഹിക്കുകയും ഐച്ഛികമായ സുന്നത്തായ നിസ്കാരങ്ങൾ അത് വീടുകളിൽ അതിന് സ്ഥാനം കൊടുക്കുകയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവർക്ക് മാസത്തിൽ എല്ലാ ദിവസവും നിസ്കാരം നിർവഹിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിസ്കാരം നിർവഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അത് ബറക്കത്ത് നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ ഖളാ അഹദുക്കും സ്വലാതഹു ഫീ മസ്ജിദിഹി ഫൽയജ്അൽ ലിബൈതിഹി നസീബൻ മിൻ സ്വലാത്തിഹി ഫഇന്നല്ലാഹ ജാഇലുൻ ഫീ ബൈതിഹി മിൻ സ്വലാത്തിഹി ഖൈറാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ നിർബന്ധ നിസ്കാരങ്ങൾ പള്ളിയിൽ നിർവഹിക്കുകയും ശേഷമുള്ള നിസ്കാരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ, അതായത് സുന്നത്ത്, അതിന്റെ ഒരു ഓഹരി നിങ്ങളുടെ വീടുകളിൽ നിർവഹിക്കണമെന്നും, കാരണം അത്തരം വീടുകളിൽ നിർവഹിക്കുന്ന നിസ്കാരങ്ങൾ കാരണത്താൽ ആ വീടുകളിൽ ഖൈറുണ്ടാകും, ബറക്കത്തുണ്ടാകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അഞ്ചാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബറക്കത്തിനായി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും, റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകൻ വ അൻത ഖൈറുൽ മുൻസിലീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രാർത്ഥനയെ എടുത്തു പറഞ്ഞപ്പോൾ അവിടെ ബറക്കത്ത് ഇറക്കി നൽകണം എന്ന് നൂഹ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നതായി കൊണ്ട് കാണാൻ കഴിയും.
അതുപോലെ തന്നെയാണ് ഈസ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുന്നുണ്ട്. വജഅലനി മുബാറക്കൻ ഐനമാ കുന്തു, ഞാൻ എവിടെയായിരുന്നാലും റബ്ബേ നീ എനിക്ക് അനുഗ്രഹം നൽകണമേ എന്നെടുത്തു പറയുന്ന പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ കാണാം. അതുകൊണ്ട് നമ്മൾ ആ ബറക്കത്തിനു വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണം എന്നാണ്. കിട്ടുന്നതിൽ സംതൃപ്തിയടയാനും വീടുകളിൽ സന്തോഷത്തോടുകൂടി കഴിയുവാനും ജീവിതത്തിൽ ഒരു ബറക്കത്തുണ്ടാകാനും സമയത്തിൽ ബറക്കത്ത് ലഭിക്കാനും സമ്പത്തിൽ ബറക്കത്ത് ലഭിക്കാനുമെല്ലാം നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അള്ളാഹു ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.